എക്സാക്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തേ? അല്ല, അതും പരിശോധിക്കണം. സെക്രട്ടറി ഇന്ന് വന്നിട്ടുണ്ട്. സെക്രട്ടറി വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ചില ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, പോലീസിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് പോലും കോർപ്പറേഷനിലെത്തി ചില കാര്യങ്ങൾ പരിശോധിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടിതപ്പാറുണ്ട്. അപ്പോൾ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇടപെടും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അംഗീകൃത മാസിയർ ഉണ്ടാകണം, ഡോക്ടർ ഉണ്ടാകണം. ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല. പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യം ക്രോസ് മെസ്സാജിന് കൂട്ടു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ക്രോസ് മെസ്സാജിങ് അനുവദിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികളും അനുവദിക്കില്ല. ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. കോർപ്പറേഷൻ പരിശോധന നടത്തേണ്ട സ്ഥലം കോർപ്പറേഷൻ പരിശോധന നടത്തും, പോലീസ് പരിശോധന നടത്തേണ്ട സ്ഥലം പോലീസ് പരിശോധന നടത്തും. അത് ഒരു വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തതിൽ എന്തെങ്കിലും തന്നെ ക്രമവിരുദ്ധമായി ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അല്ല, ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് എടുത്ത ഏതൊക്കെയാണ് ഇല്ലീഗലായിട്ടുള്ളത്, ഏതിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ലൈസൻസ് കൊടുത്തതിനൊക്കെ തന്നെ എല്ലാ രേഖകളും വാങ്ങിയിട്ടുണ്ടോ, അതൊക്കെ തന്നെ അതിൽ പറയുന്ന കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്, അക്കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പരിശോധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടും ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമായിട്ട് ഇടപെടുന്നത്. അല്ല, ഞാൻ പറയാമല്ലോ, നമുക്കറിയാമല്ലോ, എല്ലാ മേഖലയിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ സഹായിക്കുന്നുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പെരുമാറാൻ സാധിക്കുമോ? ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുടെയൊക്കെ പിറകിൽ പല വളരെ കുപ്രസിദ്ധരായ ഗുണ്ടകളുമാണ്. തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. അത് ഞങ്ങളെക്കാൾ ഇൻഫർമേഷൻ പോലീസിനുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള ചില ഘട്ടങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ചുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. അതിന് തന്നെയാണ് ഞങ്ങൾ മുതിരുന്നത്. അത് പോലീസ് സംവിധാനം ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ പേർ അവർക്കുണ്ടാവുമല്ലോ. ഒരുമിച്ച് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അതിനതിൻ്റേതായ എടുക്കേണ്ട തയ്യാറെടുപ്പ് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. ഉണ്ടാവും. അല്ല, ലൈസൻസ് ഉണ്ടാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കണം. ക്രോസ് മസാജിങ് പാടില്ല. അവിടെ അംഗീകൃത മാസിയർ ഉണ്ടാവണം, അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ടാകണം. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തൊരു 15 ക്യൂബിക്കിൾ ഉണ്ടാക്കിയതിന് ശേഷം ആരെങ്കിലും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെയൊക്കെ പൊളിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഏത് തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് സെക്രട്ടറിയുമായും ഹെൽത്ത് ഓഫീസറുമായിട്ടൊക്കെ സംസാരിക്കേണ്ടതായിട്ട്. ഓക്കെ, അതാണ്, അതിലോട്ടാണ് വരുന്നത്. ഞാൻ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആദ്യം ഏറ്റവും ഗൗരവം എന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്പാ നടത്തുന്ന അവരുടെ അടുത്ത് എത്തണം, ജനങ്ങളുടെ അടുത്ത് എത്തണം. മാധ്യമങ്ങൾ, പോലീസും ഒക്കെ തന്നെ വിജിലൻ്റ് ആവണമല്ലോ. നമുക്ക് ഒരു നിമിഷം പോലും ഇക്കാര്യത്തിൽ അമാന്തിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നാളെ, അത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത കാര്യമാണ്, അതിലെല്ലാ വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം, പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോടൊക്കെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും BJPക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ BJPക്ക് എത്താൻ സാധിച്ചു. അത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്ത് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനെ തുടർന്നും ഉള്ള ദിവസങ്ങളിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. പല കേന്ദ്രമന്ത്രിമാരെയും ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഡൽഹിയിലേക്ക് ഈ ജനപ്രതിനിധികളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നാളെ രാവിലെ കേരളത്തിൽ നിന്നുള്ള
തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അതായത് ജനപ്രതിനിധികളിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള എല്ലാ കൗൺസിലർമാരും, അതോടൊപ്പം തന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, മുനിസിപ്പൽ ചെയർമാൻ, അങ്ങനെയുള്ള കാറ്റഗറി പ്രവർത്തകർ നാളെ രാവിലെയുള്ള കേരള എക്സ്പ്രസിൽ പോകും. ഇന്നലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 11-ാം തീയതി അവിടെ എത്തും. അതിനുശേഷം നിശ്ചയിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വസതിയിലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലും ഞങ്ങൾ ഒരുമിച്ച് കൂടും. അതോടൊപ്പം പാർലമെൻറ്റ് സന്ദർശനം, BJPയുടെ അഖിലേന്ത്യാ ഓഫീസ്, പിന്നെ ചില കേന്ദ്രമന്ത്രിമാരുമായിട്ട്, അതായത് കോർപ്പറേഷൻ ഭരണത്തിന് ഗുണകരമാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മിനിസ്ട്രികളുണ്ട്, അർബൻ മിനിസ്ട്രി ഉൾപ്പെടെ. അവരുടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് അവരെയൊക്കെ കണ്ട് വിവിധ പദ്ധതികൾ ചർച്ച ചെയ്യും.